അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുവിൻ. കർത്താവ് അത്യുന്നതനും ഭീതിതനുമാകുന്നു. ഭൂമി മുഴുവന്റെയും ഉന്നത രാജാവും അവിടുന്ന് തന്നെയാകുന്നു. ജനതകളെ അവിടുന്ന് കീഴ്പ്പെടുത്തി അവരെ നമ്മുടെ കാൽ കീഴിലാക്കി. താൻ സ്നേഹിച്ച യാക്കോബിന്റെ അഭിമാനമായും തന്റെ അവകാശമായും ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. മഹത്വത്തോടും കാഹള ശബ്ദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം. ദൈവത്തിന് സ്തുതി പാടുവിൻ, നമ്മുടെ രാജാവിന് കീർത്തനമാലപിക്കുവിൻ. ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്, അവിടുത്തേക്ക് സ്തോത്രമാലപിക്കുവിൻ. ദൈവം ജനതകളുടെ മേൽ വാഴുന്നു, വിശുദ്ധ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്നു. ജനതകളുടെ അധിപന്മാരെ അബ്രാഹത്തിന്റെ ദൈവത്തിങ്കിലേക്ക് തിരിയുവിൻ. ദൈവമാണ് ഭൂമിയുടെ അധിനാഥൻ, അവിടുന്നാണ് മഹോന്നതൻ. നമ്മുടെ കർത്താവ് ഉന്നതനാകുന്നു, ദൈവത്തിന്റെ നഗരത്തിൽ അത്യന്തം സ്തുത്യർഹനാകുന്നു. ദൈവത്തിന്റെ പർവ്വതം പരിശുദ്ധവും മഹനീയവുമാണ്. വടക്കുള്ള സിഹിയോൻ മല ഉന്നതനായ രാജാവിന്റെ നഗരമാണ്. അത് ഭൂതലം മുഴുവന്റെയും ആനന്ദമാണ്. അതിന്റെ ബലമുള്ള കോട്ടകൾ ദൈവശക്തിയെ വെളിപ്പെടുത്തുന്നു. രാജാക്കന്മാർ തയ്യാറായി വന്നു, അവർ ഒരുമിച്ച് മുന്നോട്ടു നീങ്ങി. നഗരം കണ്ട് അവർ സ്തംഭിച്ചു പരിഭ്രാന്തരായി. ഈറ്റുനോവിനൊത്ത കഠിനവേദന അവരെ ഗ്രസിച്ചു. അവർ താർശീശിൽ കൊടുങ്കാറ്റിൽ തകർക്കപ്പെട്ട കപ്പലുകളെ പോലെയായി.
ശക്തനായ കർത്താവിന്റെ നഗരത്തെ പറ്റി കേട്ടവയെല്ലാം കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കണ്ടു. ദൈവത്തിന്റെ നഗരത്തിൽ ഞങ്ങൾ അവ ദർശിച്ചു. ദൈവം അവളെ എന്നേക്കും ഉറപ്പിക്കും. ദൈവമേ, അങ്ങയുടെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു. അങ്ങയുടെ നാമം പോലെ തന്നെ സ്തുതികള് ഭൂമിയുടെ അതിർത്തി വരെയും എത്തുന്നു. അങ്ങയുടെ വലം കൈ നിറയെ നീതിയാകുന്നു. കർത്താവേ, അങ്ങയുടെ ന്യായവിധിയെ കുറിച്ച് സിഹിയോൻ മല സന്തോഷിക്കട്ടെ, യൂദായുടെ പുത്രിമാർ ആഹ്ലാദിക്കട്ടെ. നിങ്ങൾ സിഹിയോന് ചുറ്റും നടക്കുവിൻ, അതിന് പ്രദക്ഷിണം വയ്ക്കുവിൻ, അതിന്റെ ഗോപുരങ്ങൾ എണ്ണുവിൻ. വരും തലമുറയോട് ഉണർത്തിക്കാൻ വേണ്ടി അതിന്റെ കോട്ടകൾ നിരീക്ഷിക്കുവിൻ. അതിന്റെ ബലത്തിൽ ഹൃദയമുറപ്പിക്കുവിൻ. അവിടുന്നാണ് ദൈവം, എന്നേക്കുമുള്ള നമ്മുടെ ദൈവം. മരണത്തിന് അതീതമായി അവിടുന്ന് നമ്മെ നയിച്ചുകൊണ്ടിരിക്കും. ജനതകളെ, ഭൂവാസികളെ ശ്രവിക്കുവിൻ, ധനികരെ, ദരിദ്രരെ ശ്രദ്ധിക്കുവിൻ. എന്റെ അധരം ജ്ഞാനവും ഹൃദയം വിവേകവും സംസാരിക്കും. അന്യാപദേശങ്ങൾക്ക് ഞാൻ ചെവി കൊടുക്കട്ടെ, സുഭാഷിതങ്ങൾ ഞാൻ വീണയിൽ വായിക്കട്ടെ. ക്ലേശദിനങ്ങളിൽ ഞാൻ ഭയപ്പെടുകയില്ല, ശത്രുക്കളുടെ ദുഷ്ടത എന്നെ വളഞ്ഞിരിക്കുന്നു. അവർ തങ്ങളുടെ ശക്തിയിൽ ശരണം വയ്ക്കുന്നു, ധനസമൃദ്ധിയിൽ അഹങ്കരിക്കുന്നു. സഹോദരന് അവരെ രക്ഷിക്കാനാവില്ല, വീണ്ടെടുപ്പിന്റെ വില ദൈവത്തിന് നൽകാൻ മനുഷ്യനാവില്ല. ആത്മാവിന്റെ രക്ഷ അമൂല്യമാണല്ലോ. നിരന്തരം അധ്വാനിക്കുക, നീ എന്നേക്കും ജീവിക്കും, നീ ക്ഷയിച്ചു പോകുകയില്ല. വിജ്ഞാനികളുടെ മരണം നീ കാണും, ഭോഷരും ചിന്താശൂന്യരും നാശമടയുന്നു. അവർ തങ്ങളുടെ സമ്പത്തെല്ലാം മറ്റുള്ളവർക്കായി കൈവിടുന്നു. ഭൂമിയിൽ അവർ പുകഴ്ത്തപ്പെട്ടിരിക്കാം, എങ്കിലും അവരുടെ നിത്യവസതിയും എന്നേക്കുമുള്ള വാസസ്ഥലവും ശവകുടീരങ്ങളായിരിക്കും. മനുഷ്യർ തന്റെ പ്രതാപത്തിൽ വിവേകപൂർവം വ്യാപരിച്ചില്ല, മൃഗത്തെ പോലെ അവർ അവസാനിക്കും. തങ്ങളിൽ തന്നെ ആശ്രയിക്കുന്നവരുടെ ഗതി ഇതായിരിക്കും, സ്വയം പ്രീണിപ്പിക്കുന്നവരുടെ ഭാഗധേയവും. ആടുകളെ പോലെ അവർ ശിയോനിൽ ഏൽപ്പിക്കപ്പെടും, മരണം അവരെ മേയ്ക്കും. പരമാർത്ഥ ഹൃദയർ പ്രഭാതത്തിൽ അവരെ ഭരിക്കും, ദുഷ്ടരുടെ രൂപം ശിയോനിൽ മറയും, അവരുടെ മഹത്വമെല്ലാം അസ്തമിക്കും. ദൈവം എന്റെ ആത്മാവിന് രക്ഷയേകും, ശിയോനിന്റെ പിടിയിൽ നിന്ന് മോചിക്കും. ഒരുവൻ സമ്പന്നനാകുകയും ഭവനത്തിന്റെ മഹത്വം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ നീ ഭയപ്പെടേണ്ട. മരിക്കുമ്പോൾ അവനൊന്നും കൊണ്ടുപോകുകയില്ല, മഹത്വം അവനെ പിൻചെല്ലുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ ജീവിതകാലത്ത് തന്നെ തന്നെയാണ് പുകഴ്ത്തിയത്. അവൻ തന്റെ പിതാക്കന്മാരോട് ചേരും, ഒരു കാലത്തും അവൻ വെളിച്ചം കാണുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, ഭരണാധിപനാം അന്ത്യക്കസ് സ്മോനിക്കൊപ്പം മക്കളെയും നിർദാക്ഷിണ്യം പിടികൂടി നിഷ്ഠുര പീഡനമേൽപ്പിച്ചു. മോശെ വഴിയായി ഇസ്രായേൽ കൈക്കൊണ്ടവയാം നിയമങ്ങൾ ലംഘിച്ചവയെ നിന്ദിക്കാൻ അവരോടന്നാൾ കൽപ്പിച്ചു.
അങ്ങേ പ്രതി അനുദിനം ഞങ്ങൾ വധിക്കപ്പെടുന്നു. സ്മോനിക്കൊപ്പം സുതരെല്ലാം ഏകസ്വരത്തിൽ ഘോഷിച്ചു, പീഡനമേൽക്കാം കഷ്ടതകൾ ധീരതയോടെ സഹിച്ചിടാം. ദൈവം നൽകിയ നിയമത്തെ നിന്ദിക്കില്ല, കൽപ്പനയെ തള്ളിപ്പറയിൽ ഒരു നാളും കുറവില്ലാതവ കാത്തിടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. പാവന റൂഹ നൽകിയിടും ആത്മീയായുധമേന്തിയവർ വിശ്വാസം പരിരക്ഷിച്ചു. നിലസാക്ഷികളായി മുടിചൂടി അത്യുന്നതമാം സ്വർഗത്തിൽ വിസ്മയമാളും ദേശത്തിൽ ദൈവമൊരുക്കിയ ഭവനത്തിൽ നാഥനോടൊത്തവർ നിവസിപ്പൂ. കരുണാനിധിയാം കർത്താവേ, നിഞ്ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരെ നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. രാജാവായ കർത്താവേ, ഞാൻ അങ്ങയെ പുകഴ്ത്തും, അങ്ങയുടെ നാമം എന്നെന്നും പ്രകീർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാവായ കർത്താവേ, ഞാൻ അങ്ങയെ പുകഴ്ത്തും, അങ്ങയുടെ നാമം എന്നെന്നും പ്രകീർത്തിക്കും. അനുദിനം ഞാൻ അങ്ങയെ വാഴ്ത്തും, അങ്ങയുടെ നാമം എന്നേക്കും പുകഴ്ത്തും. തലമുറ തലമുറയോട് അങ്ങയുടെ ചെയ്തികൾ അറിയിക്കും, അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തും. ഭീതിതമായ ശക്തി അവർ പ്രഘോഷിക്കും, അങ്ങ് ചെയ്ത വൻ കാര്യങ്ങൾ വിവരിക്കും, അങ്ങയുടെ മഹത്വം പ്രകീർത്തിക്കും. അങ്ങയുടെ കൃപാതിരകത്തിന്റെ സ്മരണ നീതിനിഷ്ഠർ അന്വേഷിക്കും, അവർ അത് കണ്ടെത്തുകയും ചെയ്യും. കർത്താവേ, അങ്ങയുടെ ദാസർ അങ്ങയെ സ്തുതിക്കുന്നു, നീതിനിഷ്ഠർ അങ്ങയെ പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ രാജ്യത്തിന്റെ പ്രതാപം അവർ വെളിപ്പെടുത്തും, അങ്ങയുടെ ശക്തി വിളംബരം ചെയ്യും.
അങ്ങയുടെ മഹത്വവും രാജ്യത്തിന്റെ പ്രതാപവും മാനവരോട് അവർ പ്രഘോഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹന്ന തുല്യമനുഗ്രഹപൂർണേ സ്മോനി നിന്നുടെ ഭാഗ്യമതുല്യം. 7 സുതന്മാർക്കുത്തമതായി സ്വന്ത ജനത്തിനഭിമാനം നീ. കർത്താവരുളിയ കൽപ്പനയെല്ലാം വാമൊഴിയായി നീ മക്കൾക്കേകി. സത്യവും ഉന്നത വിശ്വസ്തതയും വിശ്വാസത്തിൽ ചാലിച്ചേകി. സ്നേഹത്തിന്നൊരു തൈലമൊഴുക്കി അവരുടെ ദേഹി അലംകൃതമാക്കി. സുതരെല്ലാരും സ്നേഹത്തികവിൽ ദൈവത്തിൻ പ്രിയ സഹദാമാരായി. നിൻ സുതരാകും മാണിക്യങ്ങൾ സുതകിരീടമലംകൃതമാക്കി. താതനും അതുപോൽ സുതനും പാവന റൂഹായ്ക്കും സ്തുതി എന്നും ആമേൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. മുൻപ് യഹൂദമതത്തിൽ ആയിരുന്നപ്പോഴത്തെ എൻ്റെ ജീവിതത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരായ അനേകരേക്കാൾ യഹൂദമത കാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു. എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ അത്യധികം തീക്ഷ്ണമതിയുമായിരുന്നു. എന്നാൽ ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. അത് അവിടുത്തെ പുത്രനെപ്പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. ഞാനൊരു മനുഷ്യൻ്റെയും ഉപദേശം തേടാൻ നിന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയെന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയാകണമേ. വിശുദ്ധ ശ്മോനിയുടെ പുത്രനും ധീരനുമായ മാർഗദയെ വിശ്രുതനാക്കുകയും അവനെ മഹിമയുടെ കിരീടം ധരിപ്പിക്കുകയും സ്വർഗരാജ്യത്തിലെ മക്കളുടെ ഗണത്തിൽ ചേർക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധ സ്മോനിയുടെ പുത്രനായ മാർ മക്ബയെ കഷ്ടതകളിൽ ശക്തിപ്പെടുത്തുകയും മരണത്തിന്റെ ദേശത്തു നിന്ന് അവനെ രക്ഷിക്കുകയും സ്വർഗരാജ്യത്തിൽ തന്റെ വലത്ത് ഭാഗത്ത് അവനെ നിവസിപ്പിക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധ സ്മോനിയുടെ പുത്രനും ശക്തനുമായ മാർ തർസയെ ബഹുമാനിക്കുകയും അവന് രക്തസാക്ഷിത്വ കിരീടം നൽകി രാജ്യത്തിലെ മണവറയിലേക്ക് അവനെ ഉയർത്തുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധ ശ്മോനിയുടെ പുത്രനും യോദ്ധാവുമായ മാർ ഹെബ്രോനെ സഹായിക്കുകയും ക്രുദ്ധനായ സേനാധിപതിയെ തോൽപ്പിക്കുകയും മാർ ഹെബ്രോനെ പറുദീസായിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധ സ്മോനിയുടെ പുത്രനും തിരഞ്ഞെടുക്കപ്പെട്ടവനുമായ മാർ ഹെബ്സോന് വിജയകിരീടം നൽകി അവനെ ഉയർത്തി കാട്ടുകയും ജീവിക്കുന്നവരുടെ ദേശത്ത് അവനെ നയിക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധ സ്മോനിയുടെ പുത്രനും മഹാത്മാവുമായ മാർ ബാക്കോസിനെ പ്രോത്സാഹിപ്പിക്കുകയും രാജാവായ അന്ത്യോക്യോസുമായുള്ള അവന്റെ പോരാട്ടത്തിൽ അവനെ വിജയിപ്പിക്കുകയും ആത്മീയ ദേശത്തേക്ക് അവനെ നയിക്കുകയും ചെയ്ത മിശിഹായെ
നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധ ശമോനിയുടെ പുത്രനും സ്ഫുടം ചെയ്യപ്പെട്ടവനുമായ യോനാദാവിനെ തിരഞ്ഞെടുക്കുകയും അവനെ അത്യാഗ്രഹിയായ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും നിന്റെ രാജ്യത്തിലെ പ്രകാശത്തിൻ്റെ മണവറയിലേക്ക് അവനെ പ്രവേശിപ്പിക്കുകയും ചെയ്ത മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മക്കബായക്കാരെയും രക്തസാക്ഷിനെയും വിശ്രുതിയുമായ വിശുദ്ധ ശമോനിയെ ഉയർത്തുകയും അവൾക്ക് വലിയ ദാനങ്ങൾ നൽകുകയും പ്രവാചികയായ ഹന്ന ആയിരിക്കുന്നിടത്തേക്ക് അവളെ പ്രവേശിപ്പിക്കുകയും ചെയ്ത മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, ബലഹീനരായ ഞങ്ങളെ സഹായിക്കുകയും ഉയർത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങൾ യാചിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും സ്വീകരിക്കുന്നവരെ, നിന്റെ സഹതാമാരോടൊപ്പം ഞങ്ങളെ നിത്യജീവിതത്തിന് അർഹരാക്കുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും